നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് SIT. നിലവിൽ പിടിക്കപ്പെട്ടിട്ടുള്ളതൊക്കെ തന്നെ CPMന്റെ അനുഭാവികൾ, CPMുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. അതായത് സഖാക്കന്മാരുടെ ഇല്ലം തുറന്നു കഴിഞ്ഞാൽ, ഇല്ലം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ശബരിമലയിലെ പല സ്വർണത്തിന്റെ തെളിവുകളും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള പല സൂചനകളും ലഭിച്ചേക്കും എന്നുള്ള സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ശബരിമലയിൽ മാത്രമല്ല, സമാന രീതിയിൽ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളായിട്ടുള്ള പലയിടങ്ങളിലും കൊള്ളകൾ നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇതേ ടീമുകൾ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അത്തരത്തിൽ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലും സ്വർണ്ണ കവർച്ച നടന്നിട്ടുണ്ട് എന്നുള്ള പരാതികൾ ഉയരുകയാണ്. ഇങ്ങനെ ഒരു പരാതി ഉയരുമ്പോൾ അതിൽ പ്രധാനി എന്ന് പറയുന്നതും ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രധാനികളിൽ ഒരാളായിട്ടുള്ള മുരാരി തന്നെയാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ചെട്ടികുളങ്ങര അമ്മയുടെ ജീവിതയിലെ പുരാതനമായിട്ടുള്ള തിരുവാഭരണം നഷ്ടമായി എന്നുള്ള ആക്ഷേപം നിലനിൽക്കെ മുരാരി ബാബു ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ തട്ടിപ്പ് നടന്നത് എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പുറത്തുവരുന്ന ആക്ഷേപം. ജീവിതയും തിരുവാഭരണവും പുതുക്കാൻ എന്ന പേരിലാണ് ഇത് ഉരുക്കിയതെന്നാണ് ദേവസ്വത്തിന്റെ വിശദീകരണം നൽകുന്നത്. പക്ഷേ അതങ്ങനെ ഉരുക്കേണ്ടെന്ന ആവശ്യമുണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇത്തരത്തിൽ തിരുവാഭരണം ഉരുക്കിയത് പുരാതനമായ ആഭരണം മാറ്റിയ ശേഷമാണ് എന്നുള്ള പരാതികളും അതുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിൽ എത്തുന്ന ഓരോ വിശ്വാസികളുടെ വിയോജിപ്പുകളും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്ന് തന്നെയാണ് നിലവിൽ പുറത്തുവരുന്ന സൂചനകൾ. ശബരിമല കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് ഇത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് ഇതേപോലെ തന്നെ ശബരിമലയിൽ നിന്ന് വരുമാനം ലഭിക്കുന്നത് പോലെ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു ക്ഷേത്രങ്ങളിൽ ഒന്നും ഇത് തന്നെയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് കേരളത്തിലെ ഓരോ സ്ഥലത്തും ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിൽ നിരവധി സഖാക്കന്മാരെ കുത്തിക്കയറ്റുന്നു. അവരുടെ അടിസ്ഥാനത്തിൽ ഓരോ ക്ഷേത്രത്തിലെയും വിശ്വാസികളെ കബളിപ്പിച്ചുകൊണ്ട്, ദൈവത്തെ കബളിപ്പിച്ചുകൊണ്ട് വലിയ ഒരു കൊള്ള തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ടീം വർക്കാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഓരോന്നായിട്ട് പുറത്തു വരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള എന്നുള്ളത് നടന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ എങ്കിൽ പോലും അതിന്റെ പ്രധാനി ആരാണ് എന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നിർണായക അന്വേഷണ ഘട്ടത്തിലാണ് SIT. ആ ഒരു പ്രധാനിയിലേക്ക് എപ്പോഴെത്തും എന്നുള്ള കാത്തിരിപ്പ് അത് തന്നെയാണ് ഒരു പക്ഷേ കേരള രാഷ്ട്രീയവും അതേപോലെ തന്നെ കേരള വിശ്വാസി സമൂഹവും കാത്തിരിക്കുന്നത്. പക്ഷേ ആ ഒരു ആൻസർ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ സമാന രീതിയിൽ മറ്റു ക്ഷേത്രങ്ങളിലും കൊള്ളകൾ നടന്നിട്ടുണ്ട്. അതും കൊള്ളകൾ നടന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സമാന രീതിയിലുള്ള ആളുകൾ തന്നെ സാന്നിധ്യം ഉള്ള സമയത്താണ് കൊള്ളകൾ നടന്നിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു വശത്ത് നിന്ന് SIT അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ആ ഒരു അന്വേഷണത്തിലും അതൃപ്തി അറിയിച്ചുകൊണ്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ രംഗത്തേക്ക് വരുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുകയാണ്. ഇന്നിപ്പോൾ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സുപ്രധാനമായിട്ടുള്ള ഒരു പരാമർശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു തുടങ്ങിയിട്ടുള്ള സുപ്രീം കോടതിയുടെ ചോദ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കർദാസ് നൽകിയിട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതി രംഗത്തേക്ക് വരുന്നത്, വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ബോർഡിന്റെ മിനിറ്റ്സിൽ ഒപ്പിട്ട ശങ്കർദാസിന് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒരിക്കലും ഒഴിവാകാൻ ആകില്ല എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ നിങ്ങൾ ദൈവത്തെ പോലും പറ്റിക്കുന്ന തരത്തിലാണല്ലോ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളൊരു ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരാമർശം തന്നെ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിയിലെ 5 പാരഗ്രാഫ് നീക്കം ചെയ്യണമെന്ന ആവശ്യത്തിൽ ഇടപെടാനും സുപ്രീം കോടതി വിസമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ജസ്റ്റിസുമാരായിട്ടുള്ള ദീപാങ്കർ ദത്ത, SC ശർമ്മ എന്നിവരടങ്ങിയിട്ടുള്ള ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ള KP ശങ്കർദാസിനും വിജയകുമാറിനും ഉത്തരവാദിത്തം ഉണ്ടെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് ഇത്തരം പരാമർശം ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായതെന്നാണ് ശങ്കർദാസ് വാദിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. തന്റെ പ്രായാധിക്യവും ശാരീരിക അവസ്ഥകളും കണക്കിലെടുത്ത് നടപടികൾ ഇളവ് വേണം എന്നതായിരുന്നു ശങ്കർദാസ് പ്രധാനമായിട്ടും ആവശ്യമുന്നയിച്ചത്. കൂടാതെ അന്നത്തെ ബോർഡ് അംഗങ്ങൾക്ക് ക്രിമിനൽ ബാധ്യത ഉണ്ടെന്ന കേരള ഹൈക്കോടതിയുടെ പരാമർശം നീക്കം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത്തരം പരാമർശങ്ങൾ നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണത്തെ ബാധിക്കുമെന്നായിരുന്നു KP ശങ്കർദാസിന് വേണ്ടി ഹാജരായിട്ടുള്ള സീനിയർ അഭിഭാഷകൻ PB സുരേഷ് കുമാറും അഭിഭാഷകൻ A കാർത്തിക്കും വാദിച്ചത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്റ്റാൻഡിംഗ് കോൺസൽ ആയിട്ടുള്ള CK
കെ ശശി ഹാജരാകുകയും ചെയ്തു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിലെ പരാമർശം നീക്കുന്നതിന് ശങ്കർദാസിന് ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം മുൻകൂർ ജാമ്യത്തിനായി ശങ്കർദാസ് ഹർജി നൽകിയാൽ അത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കേൾക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. എന്നാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണത്തിൽ തൃപ്തി അറിയിച്ച് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് മറുവശത്ത് രംഗത്തേക്ക് വരുന്നത് നമുക്ക് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അന്വേഷണം പൂർത്തിയാക്കാൻ ഏകദേശം 6 ആഴ്ച കൂടി മാത്രം സമയം നീട്ടി നൽകിക്കൊണ്ടാണ് ഇങ്ങനൊരു പ്രഖ്യാപനം നടന്നിരിക്കുന്നത്. അതായത് 6 ആഴ്ചയ്ക്കുള്ളിൽ ആ ഒരു പ്രധാനിയുടെ പേര് വെളിച്ചത്താകും എന്നുള്ളതാണ്, അല്ലെങ്കിൽ വെളിച്ചത്താകണം എന്നുള്ളതാണ് SITക്ക് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അന്വേഷണം പൂർത്തിയാക്കാൻ ജനുവരി 17 വരെ സമയം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കേസിൽ ആരോപണ വിധേയരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് പകരം പുതിയ 2 പേരെ ഉൾപ്പെടുത്താൻ കോടതി അനുമതി നൽകിയിട്ടുമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രത്യേക അന്വേഷണ സംഘത്തെ സംശയനിലയിൽ നിർത്തുന്നതായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ പരാമർശങ്ങൾ. രാഷ്ട്രീയമായിട്ടും SIT ആക്രമിക്കപ്പെട്ടു എന്നും വിലയിരുത്തുന്നുണ്ട്. എന്നാൽ SIT രൂപീകരിച്ച ദേവസ്വം ബെഞ്ചിന് വ്യത്യസ്ത നിലപാടാണ് ഉള്ളത് എന്നതും ശ്രദ്ധേയമാണ്. അന്വേഷണത്തിൽ ദേവസ്വം ബെഞ്ച് തൃപ്തി അറിയിച്ചു എങ്കിൽ പോലും അന്വേഷണം ഈ 6 ആഴ്ച കൊണ്ട് പൂർത്തിയാകുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിച്ചു നിൽക്കുന്നുണ്ട്. എന്തായാലും SIT ആവശ്യപ്രകാരമാണ് അന്വേഷണം പൂർത്തിയാക്കാൻ സമയം നീട്ടി നൽകിയിരിക്കുന്നത്. സംഘത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താനും SPക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഈ മാസം 19 വീണ്ടും പരിഗണിക്കുമ്പോൾ SIT 4ാമത്തെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള അന്വേഷണ ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതേ കേസിൽ ഇതേ സംശയനിലയിൽ നിൽക്കുന്ന ഇതേ സഖാക്കന്മാരുടെ ലിസ്റ്റിലൊക്കെ പെടുന്ന ചില ആളുകൾ സമാന രീതിയിൽ മറ്റു പലയിടങ്ങളിലും പ്രവർത്തിക്കുകയും ആ സമയത്തും സമാന രീതിയിലുള്ള കൊള്ളകൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ വിശ്വാസികളെ വിശ്വാസം സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് അവിടെയുള്ള വിശ്വാസികളുടെ വിശ്വാസം മുതലെടുത്തുകൊണ്ട് സമാന രീതിയിൽ മോഷണം നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ നടത്തി രമേശ് ചെന്നിത്തല രംഗത്തേക്ക് വന്നിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു വ്യവസായിയിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള പല ക്ഷേത്രങ്ങളിലുമുള്ള, അല്ലെങ്കിൽ ശബരിമലയിലെ പുരാതനമായിട്ടുള്ള പല വസ്തുക്കളും രാജ്യം വിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ രാജ്യം കടത്തിയിട്ടുണ്ട് എന്നുള്ള നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് നടത്തിയത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ശബരിമല മാത്രമല്ല, മറ്റു കേരളത്തിലെ നാനാമുക്കുകളിലുമുള്ള ക്ഷേത്രങ്ങളിലുള്ള പല ഈ സ്വർണം എന്നതിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ അവിടെയുള്ള വിഗ്രഹത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള വസ്തുക്കൾ എന്നതിനേക്കാൾ ഉപരി ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വർഷങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള ഒരുപാട് വസ്തുക്കളുണ്ട്. ആ വസ്തുക്കളൊക്കെ പുരാവസ്തുക്കളാണ്. അതൊരു ദേവസന്നിധിയിൽ കൂടെയാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ ലക്ഷങ്ങൾ, കോടികൾ വില മതിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ പുരാതനമായിട്ടുള്ള പല വസ്തുക്കളും വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട്, വിശ്വാസികളുടെ വിശ്വാസം മുതലെടുത്തുകൊണ്ട് നാട് കടത്താൻ വേണ്ടി അധികാരികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതേ രീതിയിൽ തന്നെ ഇപ്പോൾ മറ്റൊരു ക്ഷേത്രത്തിലേക്ക് ശബരിമല അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു ക്ഷേത്രത്തിലൂടെ അന്വേഷണം പോകുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും മുരാരിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അന്വേഷണം ശക്തമാക്കുമ്പോൾ അത് ശബരിമലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറ്റ് പല ക്ഷേത്രങ്ങളിലേക്കും സമാന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് SITക്ക് അന്വേഷണം നടത്തേണ്ടി വരും എന്നുള്ള സൂചനകളാണ് നിലവിൽ പുറത്തു വരുന്നത്.